വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 9ാം ദിനത്തിലേക്ക് കടന്നു. ഇന്ത്യൻ സൈന്യം, NDRF, അഗ്നിശമന സേന, പോലീസ്, സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട്. തിരിച്ചറിയാത്ത 44 മൃതദേഹങ്ങളും 176 ശരീരഭാഗങ്ങളും ഇതുവരെ സംസ്കരിച്ചത്. തിരിച്ചറിയാനാകാത്ത 22 ശരീരഭാഗങ്ങളാണ് ഇന്നലെ പുത്തുമലയിൽ സംസ്കരിച്ചത്. സർവ്വമത പ്രാർത്ഥനയോടെയാണ് സംസ്കാരം നടന്നത്. ഇതുവരെ 224 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇതിൽ 178 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ക്യാമ്പിൽ താമസിക്കുന്നവർ ഒഴിയുന്ന മുറയ്ക്ക് GVHS വെള്ളാർമലയിലെ കുട്ടികൾക്ക് GHSS മേപ്പാടിയിലും GLP സ്കൂൾ മുണ്ടക്കയിലെ വിദ്യാർത്ഥികൾക്ക് GLPS മേപ്പാടിയിലും പഠന സൗകര്യമൊരുക്കും. 16 ക്യാമ്പുകളിലായി 648 കുടുംബങ്ങളിലെ 2225 പേരാണുള്ളത്. ചാലിയാർ തീരത്തെ ദുർഘട മേഖലയായ സൺറൈസ് വാലിയിലും ഇന്നലെ ദൌത്യസംഘം രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററിലെത്തി. സൺറൈസ് വാലി മുതൽ അരുണപ്പുഴ ചാലിയാറിൽ സംഗമിക്കുന്ന പ്രദേശം വരെയായിരുന്നു തെരച്ചിൽ. ലാൻഡിംഗ് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ആളുകളെ ഇറക്കുന്നതിനും എയർലിഫ്റ്റ് ചെയ്യുന്നതിനും ശേഷിയുള്ള അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററാണ് വ്യോമസേന ദൌത്യത്തിന് ഉപയോഗിച്ചത്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരും. ദുരന്തബാധിത പ്രദേശങ്ങളായ മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് അടുത്ത 6 മാസം സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാൻ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി. ഈ ഉപഭോക്താക്കൾക്ക് നിലവിൽ വൈദ്യുതി ചാർജ് കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് ഈടാക്കില്ല. ദുരന്ത മേഖലയിലെ 1139 ഉപഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും.